നാട്ടുകാരുടെ രാപ്പകൽ ജനകീയ സമരത്തെ തുടർന്ന് ബീവറേജസ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. സ്ഥാപിച്ചതിന്റെ വാർഷികം ആഘോഷിച്ച ജനകീയ സമിതി പത്തനാപുരം തലവൂർ മഞ്ഞക്കാലയിൽ സ്കൂളിന് സമീപം തുടങ്ങിയ വിപണനശാലയാണ് ജനകീയ സമരത്തെ തുടർന്ന് മാറ്റേണ്ടി വന്നത്. തലവൂർ മഞ്ഞക്കാല ചെമ്മണ ഗവൺമെന്റ് BVLP സ്കൂളിന് സമീപം 2017 ജൂലൈ 20 തുറന്നു പ്രവർത്തിച്ച ബിവറേജ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം 89 ദിവസത്തെ രാപ്പകൽ ജനകീയ സമരത്തിന്റെ ഫലമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച് താൽക്കാലിക പരിഹാരം കണ്ടെത്തി. എന്നാൽ പ്രദേശത്തെ 19 പേർക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി പുനലൂർ കോടതിയിൽ കേസെടുത്തിരുന്നു. നീണ്ട 7 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ നാട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് പിൻവലിച്ചു. ഓർഡർ ലഭിച്ചത് നാട്ടുകാർക്ക് ഏറെ സന്തോഷ വാർത്തയായിരുന്നു. നാട്ടിലെ ഒരു നല്ല പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ കേസിൽ അകപ്പെട്ടത് അഭിമാനത്തോടെ അവർ സ്മരിക്കുന്നു. മധുരം പങ്കുവെച്ചും വിശദീകരണ യോഗം ചേർന്നും സൗജന്യമായി കേസ് ഹൈക്കോടതിയിൽ വാദിച്ച അഡ്വക്കേറ്റ് PA റെജിമോൻ, പുനലൂർ കോടതിയിലെ അഡ്വക്കേറ്റ് ഷൈജു ലൂക്കോസ് എന്നിവരെ ആദരിച്ചും വിജയാഘോഷം നടത്തി. സമരവിജയത്തിന്റെ സൃഷ്ടിയായ മഞ്ഞക്കാല ഒരുമ കൂട്ടായ്മയുടെ പ്രസിഡന്റ് PS സജിമോൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉണ്ണികൃഷ്ണപിള്ള, DP ശ്രീകുമാർ, ബിജുമോൻ, രാജു, സന്തോഷ് കുമാർ, രാധാകൃഷ്ണൻ, ഉണ്ണിത്താൻ, ജോൺ ലൂക്കോസ്, P ഡാനിയേൽ, ശശിധരൻ, മധുസൂദനൻ പിള്ള, റോസമ്മ, ശ്യാമള തുടങ്ങിയവർ പ്രസംഗിച്ചു. നമസ്കാരം. ഞാൻ PA സജിമോൻ, മഞ്ഞക്കാല ഒരുമ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. 2017 ജൂലൈ മാസം 20 മഞ്ഞക്കാല ഗവൺമെൻറ് BVLP സ്കൂളിന് സമീപം ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് ആരംഭിക്കുകയും അത് 89 ദിവസത്തെ നീണ്ട രാപ്പകൽ സമരത്തിന് ശേഷം ഗവൺമെൻറ്റുമായി ഇടപെട്ടുകൊണ്ട് അത് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം കേസ് നിലവിൽ വരികയും ഏതാണ്ട് നീണ്ട 7 വർഷത്തിന് ശേഷം കേസ് ഈ അടുത്ത ദിവസങ്ങളിൽ പിന്മാറുകയും ചെയ്തു. കേസിൽ നിന്നും ഈ 19 പേരെ അവർ കുറ്റക്കാരല്ല എന്ന് വിധിക്കുകയും ചെയ്തു. ഈ സന്തോഷത്തിലാണ് മഞ്ഞക്കാല നിവാസികൾ. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് നമ്മുടെ ഒരുമ കൂട്ടായ്മ തന്നെ. എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരുമിച്ചുകൂടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ കാർഷിക മേഖലയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.